അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കടലക്കറിയാണ്. ഏത് കടല? വെള്ളക്കടലക്കറി. നമ്മൾ രാവിലെ വെള്ളത്തിൽ വെച്ച കടലായിരുന്നു. പിന്നെ ഒരു തക്കാളി, ഒരു വെല്ലുള്ളി, 2 പച്ചമുളക്, പിന്നെ മല്ലിന്റെ ഇല, ലാസ്റ്റ് ഡെക്കറേഷന് പിന്നെ നമ്മളെ കറിവേപ്പിന്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചതാണ്. നമ്മൾ കടല വേവിക്കാൻ വെക്കുകയാണ്. നമ്മൾ പച്ചമുളകും കറിവേപ്പിന്റെ ഇലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളുണ്ടായി. കടല മൂടാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് കുക്കർ നമ്മൾ വേവിക്കാൻ വെക്കുക. കടല വെന്ത് വരുമ്പോഴത്തേന് നമുക്കത് കട്ട് ചെയ്ത് വെക്കാം. ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് മേക്കിംഗ് ആണ്. പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, നമ്മൾ സ്പൈസസ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ തീ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സ്പൈസസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വറുത്ത് വന്നിട്ട് 1 ടീസ്പൂണ് മുളകും പൊടി, ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മസാലകളൊക്കെ. മസാലന്റെ പച്ചമണൊക്കെ മാറിയ ശേഷം നമ്മള് തക്കാളിയും ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മള് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളിത് ചൂടായതിന് ശേഷം ജസ്റ്റ് ഒരു മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ആക്കുക. നമുക്കൊന്ന് അരച്ചെടുക്കാം. അരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിന് ജാറ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. വേവിച്ച കടല ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൂടി വെക്കുക. നമ്മളെ കറി അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കറിവേപ്പിന്റെ ഇലയും മല്ലിന്റെ ഇലയും കൂടി ജസ്റ്റ്. അങ്ങനെ നമ്മളെ ഗ്രേവി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഈ കുബൂസും കൂടി ഉണ്ടെന്നല്ല പറക്കും.